വർഷം കാത്തിരിക്കേണ്ടി വന്നൊരു കുഞ്ഞിന് വേണ്ടി. നമ്മളിപ്പോ ഒരു വെള്ളം കൊണ്ടുവന്ന് കൊടുത്താലും അദ്ദേഹം കൈ ചൂണ്ടുന്ന വേറെ ഭാഗത്തോട്ടാണ്. അതും സ്വന്തമായിട്ട് വണ്ടി ഇല്ലായിരുന്നു, പല വണ്ടിക്കാരെയും വാടകയ്ക്ക് ഓടി ഓടി. കുടുംബം നോക്കുന്ന ഒരാളായിരുന്നു സാറേ, ഇപ്പോൾ ഇങ്ങനെയായി. ഒത്തിരി കിടന്ന് നേർച്ചകളും പ്രാർത്ഥനയും ഞങ്ങൾ രണ്ടുപേരും ഒരു കുഞ്ഞില്ലാത്ത വിഷമം കൊണ്ട് ഞങ്ങൾ ഒത്തിരി കിടന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് മോളെ കിട്ടിയ സമയത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 2014 ഡിസംബറിൽ. ഇപ്പൊ 10 വർഷത്തോളം, 7 വർഷം കാത്തിരിക്കേണ്ടി വന്നൊരു കുഞ്ഞിന് വേണ്ടി. പക്ഷെ ഒരു കുഞ്ഞിനെ കിട്ടിയ സമയത്തിന് എനിക്ക് ഏതാണ്ട് ഒരു 1.5 മാസം ഉള്ള സമയത്ത് എന്റെ ഭർത്താവിന് കണ്ണിന് കുഴപ്പം, കണ്ണിന് നല്ല പെട്ടെന്ന് കണ്ണു കറിയുമ്പോൾ ചുമന്ന് ആശുപത്രി കൊണ്ടുവന്ന് കാണിച്ചപ്പോഴത്തേക്ക് അന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന നല്ല റെസ്റ്റന്റ് സമയം. അപ്പോഴെ എന്റെ ഭർത്താവിനെ കണ്ണ് കൊണ്ടുവന്ന് പാമ്പർ ആശുപത്രി കാണിച്ചപ്പോഴത്തേക്ക് അവരൊന്ന് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, ഞരമ്പിന് പ്രശ്നമുണ്ടെന്ന്. ഒന്നും പറ്റാത്ത സമയത്ത് എന്നെ നോക്കൂ, അദ്ദേഹത്തിന്റെ കാര്യം നോക്കൂ, ഒന്നും നടക്കാത്ത ഒരു സമയമായിരുന്നു ഞങ്ങളുടെ സമയത്ത്. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ദുരിതമായിരുന്നു. പിന്നെ ആ ചേട്ടന്റെ കൂട്ടുകാരും നാട്ടുകാരും പിന്നെ ബന്ധുക്കള് കുറെ പേരൊക്കെ സഹായിച്ച് 10-25,000 മുകളില് ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് മാത്രമായി. കണ്ണ് നല്ല ഒരു കണ്ണിന് മാത്രമായിരുന്നു നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയോ അതുമില്ല. ഓപ്പറേഷൻ ആദ്യമായിട്ട് ഷുഗർ കൂടി കണ്ണിനാണ് പ്രശ്നം വരുന്നത്. ഇപ്പം ഏതാണ്ട് 3 വർഷമായി ഓപ്പറേഷൻ ചെയ്യാതിരുന്നിട്ട്. കണ്ണിന്റെ ഓപ്പറേഷൻ, ഞരമ്പിന്റെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് അന്ന് ഏതാണ്ട് 2022 ആ സമയത്തായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ ഏതാണ്ട് എന്റെ മോളെ ഏതാണ്ട് 2-2.5 മാസമായിട്ട് നിൽക്കുന്ന സമയം. അപ്പോഴും ഇദ്ദേഹത്തിന് ഈ കിഡ്നിക്ക് കുഴപ്പം വന്നത് ഇപ്പൊ ഏതാണ്ട് 1 വർഷം ആവാറാവുന്നേ ഉള്ളൂ. കണ്ണിനാണ് ആദ്യമായിട്ട് പ്രശ്നം വരുന്നത്. ഷുഗർ കൂടി കണ്ണിനാണ് പ്രശ്നം വരുന്നത് അദ്ദേഹത്തിന്. കണ്ണിന് അത് കണ്ണ് നല്ലപോലെ കാണാൻ പറ്റത്തില്ലെന്ന ഒരു വലത് കണ്ണ് നന്നായിട്ട് കാഴ്ചമങ്ങളുണ്ട്. നമ്മളിപ്പോ ഒരു വെള്ളം കൊണ്ടുവന്ന് കൊടുത്താലും അദ്ദേഹം കൈ ചൂണ്ടുന്ന വേറെ ഭാഗത്തോട്ടാണ് ഇപ്പോഴും. ഇപ്പൊ 3 വർഷമായി. 3 വർഷത്തിന് ശേഷം ഇതൊരിക്കലും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ആ സമയത്തിന് ഞങ്ങൾ വാടക വീട്ടിലും കൂടി ആയപ്പോ പിന്നെ ആകെ താറുമാറായി, ജീവിതം ആകെ താറുമാറായി. സ്വന്തം വീടല്ല, അദ്ദേഹം തന്നെ ഇത്ര കൊച്ചുനാള് തൊട്ടേ വാടകയ്ക്ക് താമസിച്ചത്. എന്റെ പേര് തുഷാര. രാജീവ്. എന്താ ചെയ്യായിരുന്നു? ഞാൻ ആട്ടോ ഓടിയായിരുന്നു. ആട്ടോ ഓടിയെന്ന് വെച്ചാൽ 10-20 വർഷം കൊണ്ട് ആട്ടോ ഓടി പോയിരുന്നു. അതും സ്വന്തമായിട്ട് വണ്ടി ഇല്ലായിരുന്നു, പല വണ്ടിക്കാരെയും വാടകയ്ക്ക് ഓടി ഓടി. ഇപ്പം ഈ ഷുഗറൊക്കെ ബാധിച്ച് എനിക്ക് ആട്ടോ ഓടുന്ന വരുന്ന സമയം തൊട്ടേ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. 19 വയസ്സ്. ഇപ്പൊ അതാണ് ഇപ്പൊ വൃക്കമായി. ഇപ്പൊ ഇത് കണ്ടുപിടിച്ചത് നമ്മള് ഈ പാമ്പളത്ത് കൊല്ലം മെഡിക്കൽ കോളേജില്. മെഡിക്കൽ കോളേജിലാണ് ഇപ്പൊ നിങ്ങൾ ചികിത്സിക്കുന്നത്. ഏത് ഡോക്ടറാണ് നിങ്ങൾ ചികിത്സിക്കുന്നത്? പ്രദീപ് എന്ന് പറയുന്ന ഡോക്ടർ. അദ്ദേഹം എന്താ പറഞ്ഞേ നിങ്ങളുടെ ഈ അവസ്ഥ? ഇപ്പൊ എങ്ങനെ മരുന്ന് കഴിച്ചാൽ മാറുന്ന അവസ്ഥയാണോ? ഇത് ഓപ്പറേഷൻ ആവശ്യമുണ്ടോ? അല്ല, ഓപ്പറേഷൻ ഷുഗർ നന്നായിട്ട് ബാധിച്ചു എന്ന് പറഞ്ഞു. നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. രാജീവിന്റെ അമ്മയാണല്ലേ? അമ്മയാണ്. എനിക്കാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഇതെന്റെ മൂത്ത മോനാണ്. അവന്റെ ജീവിതം ആ പൊടി കുഞ്ഞിനെ ഇനി എങ്ങനെ നോക്കും എനിക്കറിയാം. കുഞ്ഞിന് 2-2.5 വയസ്സ്. ഞാനാണെങ്കിൽ എനിക്കിപ്പം ഈ ഗവൺമെന്റിന്റെ പഞ്ചായത്തിന്റെ പൈസയേ ഉള്ളു. അതുകൊണ്ടാണ് എന്റെ ജീവിതം. ഈ കുഞ്ഞിന് എനിക്കും കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേക്ക് എപ്പോഴും കണ്ണിന് വെള്ളം കൊടുക്കും. അച്ഛനല്ല, അച്ഛൻ മരിച്ചുപോയി. അമ്മയാണ് ഞാനാണ് നോക്കുന്നത്. രാജീവ് അസുഖമൊന്നും ഇല്ലാത്ത സമയത്ത് ജോലിയൊക്കെ ചെയ്ത് അന്ന് കുടുംബം നോക്കുന്ന ഒരാളായിരുന്നു സാറേ. ഇപ്പോഴാണ് ഇങ്ങനെയായി. ഇപ്പൊ ഈ കണ്ണിന്റെ ഇരുട്ടിക്കഴിഞ്ഞ ആട്ടം ഓടിക്കൊണ്ടുവന്ന ഇരുട്ടത്ത് പോകാൻ പറ്റൂല. അവന് അവിടെ നിർത്തിയിട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ എനിക്ക് അസുഖം കൂടെ വന്നപ്പോ എനിക്ക് സഹിക്കാൻ, എനിക്ക് രക്ഷിക്കാൻ ആരും. അമ്മയും ഭാര്യയും തന്നെയാണോ അതെ, ഞങ്ങള് രണ്ടിനുമാണ് സാറേ. ഒരവസ്ഥയിലാണ് സാറേ. അതിപ്പോ മാത്രമല്ല, വീടും കൂടെ ഇല്ലാതായപ്പം ഇനി ഇവിടെ നിന്ന് 1 മാസം അപ്പൊ മാറാൻ പറഞ്ഞവര് ഞങ്ങൾ എങ്ങോട്ട് പോകും എനിക്ക് തന്നെ അറിയാൻ വയ്യ. കിട്ടിയേക്കുന്ന വസ്തുവായതുകൊണ്ട് ഏത് നേരവും വിലക്കാര് വരും. 1-2 വിലക്കാര് വന്നു ഇവിടെ. ഞങ്ങൾ 3 രൂപയാണ് ചോദിച്ചത്. ഇയാളുടെ ചികിത്സയും എല്ലാം കൂടെ ഒരു വലിയ പൈസയുടെ ആവശ്യമുണ്ട്, നല്ലൊരു തുകയുടെ ആവശ്യമുണ്ട്. ഞങ്ങൾ ഒരുപാട് കടം വാങ്ങി കൂട്ടി ഇദ്ദേഹത്തിന്റെ. കാരണം വരുമാനമൊന്നുമില്ല.
ഇല്ല. ഉള്ള പൈസയൊക്കെ അദ്ദേഹം ആട്ടോ ഓടിക്കൊണ്ടുവരുന്നതാണ്. ഒന്നുമില്ല സാറേ. ഇത് കണ്ടോ, കെട്ടുതാലി വരെ പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഇൻസുലിൻ. കാരണം വണ്ടിയില്ലാതെ കുറെ നാള് വീട്ടിലിരുന്ന് ആ സമയത്ത് അദ്ദേഹത്തിന് ആഴ്ച തോറും ഇൻസുലിൻ വേണം. ഇൻസുലിൻ ഇല്ലാതെ പൈസയും ഇല്ലാതെ ആട്ടോ ഉണ്ടെങ്കിലല്ലേ ജോലിക്ക് പോകാൻ പറ്റൂ. ആട്ടോ ഇല്ലാതെ ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞിന്റെ കാര്യങ്ങൾ നടക്കുന്ന മോളെ പേര് താരെന്നാ വിളിക്കുന്നത്. വീട്ടിൽ വിളിക്കുന്ന താര. ഏതായാലും കൊല്ലം ജില്ലയിലാണുള്ളത്. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിക്ക് സമീപം പുലിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു രാജീവ് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിന്റെ ഭാര്യ തുഷാര, അമ്മയും ഒക്കെ ഉണ്ട്. അവരുടെ ഒരു ദുരവസ്ഥ ഞങ്ങളെ വിളിച്ചറിയിച്ചത് പ്രകാരം ഞങ്ങളൊന്ന് ഇതേപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ ഇവിടെ എത്തിയതാണ്. മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഈ രാജീവിന്റെ ജോലി ചെയ്ത്, അതായത് രാജീവ് ഓട്ടോ ഓടിക്കുകയായിരുന്നു, കൂലിക്ക് ഓട്ടോ ഓടിക്കുന്നു അല്ലേ. ഈ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം, അമ്മയടക്കമുള്ള ഭാര്യയും 2.5 വയസ്സുള്ള കുഞ്ഞിന്റെയൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. കൃത്യമായി പറഞ്ഞാൽ 3 വർഷങ്ങൾക്ക് മുമ്പ് രാജീവിന് ഒരു കണ്ണിനൊരു ബുദ്ധിമുട്ടുണ്ടായി. ഈ ബുദ്ധിമുട്ട് പിന്നീട് കാഴ്ചക്കുറവിലേക്കും ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യത്തിലേക്കൊക്കെ വന്നു. പക്ഷെ പണമില്ലാത്തതുകൊണ്ട് ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോ ഇദ്ദേഹം 1 വർഷമായിട്ട് വൃക്ക സംബന്ധമായ ചികിത്സയിലാണ്. വൃക്ക പ്രവർത്തനരഹിതമായോ? പ്രവർത്തനരഹിതമായില്ല. അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞത് ജീവിതകാലം മൊത്തം കഴിച്ചുകൊണ്ടിരുന്നതിലേ പറ്റത്തുള്ളൂ. ക്രിയാഷന്റെ അളവ് കൂടി തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് എന്തായാലും കൂടിക്കഴിഞ്ഞാൽ കുറയാൻ സാധ്യത ഇല്ലെന്ന് പറഞ്ഞു. മുഖത്ത് നോക്കി പറഞ്ഞു ഡോക്ടർ. എന്തായാലും ഇവര് വളരെ ദുരിതത്തിലാണ്. ഈ സമീപത്ത് ചാവരുകാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിന് സമീപമാണ് ഇത്. എത്രാം വാർഡാണിത്? 5-ാം വാർഡാണ്. കല്ലുവാതുക്കൽ പഞ്ചായത്ത് 5-ാം വാർഡിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇവര് ഒരുപാട് നാളുകളായി കയ്യിലുള്ളതൊക്കെ വിറ്റും പറക്കിയും കടം വാങ്ങിയും ഒക്കെ ചികിത്സയൊക്കെ നടത്തി ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഈ വാർത്ത കാണുന്ന പ്രേക്ഷകർ ആരെങ്കിലും ഒരു ചെറിയ സഹായം എന്തെങ്കിലും നൽകിയാൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിനെ ഒന്ന് ചികിത്സിക്കാൻ കഴിയും. ഇദ്ദേഹത്തിന് 2.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ജോലിയൊന്നുമില്ല. അവര് ഈ കുഞ്ഞുങ്ങളെയും ഇദ്ദേഹത്തിനെയൊക്കെ നോക്കിയപ്പോൾ ഇവിടെ കഴിയുന്ന ഒരു അവസ്ഥയാണ്. ഒരു ജോലിക്കൊന്നും പോകാൻ കഴിയുന്ന സാഹചര്യവുമില്ല. ബന്ധുക്കളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ബന്ധുക്കളുണ്ടോ? ഉണ്ട്, പക്ഷെ ആരും സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. അവരൊക്കെ വെറും പാവപ്പെട്ടവരാണ്. നമ്മളെ പോലെ തന്നെ വെറും പാവപ്പെട്ടവരാണ് അവരൊക്കെ. കാരണം അവരൊക്കെ അന്നന്ന് കിട്ടുന്ന അന്നന്ന് തീരുന്നവർ. അവരുടെ അടുത്തൊക്കെ പോയി കൈ നീട്ടാൻ പറ്റത്തില്ല. ചോദിച്ചാലും നമുക്ക് ആളായിട്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. മക്കളെ നമ്മൾക്ക് നിവൃത്തിയില്ലെന്നേ പറയൂ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തമായിട്ട് ഒരുപിടി മണ്ണുണ്ടായിരുന്നെങ്കിൽ ഇത്ര വിഷമമില്ലായിരുന്നു. നമ്മള് വാടകയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മണ്ണുണ്ടായിരുന്നെങ്കിൽ അത് ഒരു പക്ഷെ ബാങ്കിലൊക്കെ ലോൺ വെച്ച് അങ്ങനെയും പോകാറുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതേ ചെയ്യത്തുള്ളായിരുന്നു. നമ്മള് ഒരുപിടി മണ്ണ്. ഏതായാലും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ അസുഖം ഒന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ ആരെങ്കിലും ഒക്കെ ഒന്ന് സഹായിക്കണം അല്ലേ. മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾ ചികിത്സ. അതുകൊണ്ട് നമ്മൾ 2 ആഴ്ച കൂടുന്തോറും അവിടെ ഡോക്ടറെ പോകാനും വെളിയിൽ നിന്നാണ് മരുന്നൊക്കെ കൂടുതലും എടുക്കുന്നത്. ഈ ആഹാരം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത്രയും ഒരു കുടുംബത്തിൽ 4 പേര്. എന്റെ അമ്മ ജോലിക്ക് പോകുന്നത് ഒരു വീട്ടുപണിക്കാൻ പോകുന്ന. അവര് വീട്ടു ജോലിക്ക് പോയിട്ട് കിട്ടുന്ന ആ ഒരു വരുമാനം. അതുകൊണ്ടാണ് വീട്ടിന്റെ വാടകയൊക്കെ അമ്മയുടെ കയ്യിലാണ്. അമ്മയ്ക്കും പറ്റത്തില്ല. എന്തായാലും വലിയ കഷ്ടമാണ്. ഈ കാണുന്ന ആളുകള് ആരെങ്കിലും ഈ രാജീവിന്റെയും തുഷാരയുടെ ഒക്കെ ഫോൺ നമ്പർ ഞങ്ങൾ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഇവരെ ഒന്ന് വിളിച്ച് ഈ പരിസരത്തൊക്കെ, ഇത് കൊല്ലം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി കല്ലുവാതുക്കളുടെ സമീപമുള്ള പുലിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ സമീപത്ത് ചാവരുകാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു വീട്ടിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത്. വാടക കൊടുക്കാനോ ആഹാരം കഴിക്കാനോ മരുന്ന് വാങ്ങാനോ ഒന്നും നിവർത്തിയില്ലാത്ത ഇവരുടെ ഈ ഒരു അവസ്ഥയിൽ എന്തായാലും എന്തെങ്കിലും ഒരു ചെറിയ സഹായം ഈ വാർത്ത കാണുന്ന ഈ പ്രദേശത്തുള്ളവരോ നന്മ നിറഞ്ഞ കുറച്ച് ആളുകളൊക്കെ ഒന്ന് സഹായിക്കണം. ഈ അമ്മയുടെ വാക്കുകളും കൂടെ കേൾക്കാം. അമ്മയുടെ മൂത്ത മകനാണല്ലേ? എന്റെ മൂത്ത മകനാണ്. എത്ര മക്കളുണ്ട് അമ്മയ്ക്ക്? എനിക്ക് 2 മക്കള്. ഒന്നിങ്ങ് ദൂരെ, അവനങ്ങ് ഭാര്യയും കൊണ്ടങ്ങ് ദൂരോട്ട് പോയി താമസിക്കുന്നു. ഇവിടെ അല്ല. പിന്നെ എനിക്ക് ഇവനൊപ്പം കൂടെ സഹായം ഇതിന്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു അസുഖാവസ്ഥയിൽ അമ്മ വളരെ ദുഃഖം തന്നെ. എനിക്ക് എങ്ങും പോകാൻ നോക്കില്ല. കണ്ണിന്റെ മങ്ങലും ഓപ്പറേഷൻ ചെയ്യാനും പറ്റുന്നില്ല. അവിടെ ഗവൺമെന്റിന്റെ അവിടെ ഒരു ആശുപത്രി പോയി ഓപ്പറേഷൻ ചെയ്തതാണ് സാറേ. എന്നിട്ട് എന്റെ ഭർത്താവ് ഇതുപോലെ തന്നെ വീടിന്റെ മുകളിൽ നിന്ന് വീണ് ഞാൻ തന്നെ 8 വർഷം കൊണ്ടിടണം. ഏതായാലും ദുരിതങ്ങൾ നിറഞ്ഞ ഈ ഒരു കുടുംബത്തിനെ ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരൊന്ന് ചേർത്ത് പിടിക്കുകയും ഒന്ന് സഹായിക്കുകയും ചെയ്യണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നന്മയുള്ളവർ ഇവരെ ഒന്ന് വിളിക്കുകയും ഇവർക്കൊരു സഹായം കൊടുക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കൊല്ലം ജില്ലയിലെ കല്ലുവാതക്കലിലുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് ഉള്ളത്. ഈ ഓട്ടോ സ്റ്റാൻഡിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഓട്ടോ ഓടിച്ചിരുന്ന ഒരു രാജീവ് എന്ന് പറഞ്ഞ ഒരാളിനെ
ഒരു ചെറുപ്പക്കാരനെ അറിയാം? അറിയാം. ഓക്കെ. അയാളുടെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അയാളുടെ ഭാര്യ വിളിച്ചിരുന്നു. അയാളിപ്പോ ഒരു 3 വർഷം മുമ്പ് കണ്ണ് സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളായിരുന്നു, ഓപ്പറേഷനൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ അയാള് വൃക്ക സംബന്ധമായ അസുഖത്തിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്ന് അറിയാൻ അറിയാം. അതൊക്കെ ഉള്ളത് തന്നെ. കുടുംബത്തിന്റെ നമ്മളെ കണ്ണിന്റെ ആവശ്യത്തിന് നമ്മളല്ലാതെ പൈസ പിരിച്ചാൽ കൊടുത്തായിരുന്നു. കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ ഒത്തിരി കഷ്ടത്തിലാണ്. നിങ്ങള് ഓട്ടോ തൊഴിലാളികളെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. സംഭവം അറിയാതാണ്. കണ്ണിന് കുഴപ്പമായിരുന്നു. ഇപ്പം കാലിലൊക്കെ നീരായി, വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഈ അവസ്ഥയാണ്. കുടുംബം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എല്ലാം അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു കഷ്ടപ്പാടാ. തീർച്ചയായും അറിയുന്നതായിരുന്നു. കുറച്ച് ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പം തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. കാണാൻ പറ്റത്തില്ല. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കാലിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പൊ കുറച്ച് നാളായി. ഏതായാലും ഈ ഓട്ടോ സുഹൃത്തുക്കളൊക്കെ രാജീവിന് അവരെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ ആ ഒരു സഹായം കൊണ്ടൊന്നും അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ഒരു കരയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വാർത്ത കാണുന്ന നല്ലവരായ പ്രേക്ഷകർ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം, പ്രത്യേകിച്ചും പറയാനുള്ളത് ഓട്ടോ തൊഴിലാളികളാണ്. കേരളത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയാണ് കേരളത്തിലെ ഓട്ടോ തൊഴിലാളികൾ. നിങ്ങളുടെ ആ ഒരു മേഖലയിൽപ്പെട്ട ഒരാളിന് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കല്ലുവാതക്കൽ പഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കല്ലുവാതക്കലിലുള്ള ഈ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചിരുന്ന രാജീവ് കുറെ വർഷങ്ങളായിട്ട് ഓട്ടോ ഓടിച്ചിരുന്നു. സ്വന്തമായി വീടില്ല, കുടുംബം ഒക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഞങ്ങൾ ഇതിനോടകം തന്നെ പ്രേക്ഷകരെ കാണിച്ചു. അപ്പൊ ഈ ഓട്ടോ തൊഴിലാളികൾ ഈ വാർത്തയൊന്ന് എല്ലാവരിലേക്ക് എത്തിയല്ലേ? അറിയാവുന്ന നിങ്ങളൊക്കെ സഹായിച്ചിരുന്നല്ലേ? ഇവർക്കൊക്കെ പരിധിയുണ്ട്. ഇവരൊക്കെ ചെറിയ ഇപ്പൊ തന്നെ നമുക്കറിയാം, കൊറോണയ്ക്ക് ശേഷമൊക്കെ ഓട്ടോ ഒക്കെ വളരെ പ്രശ്നമാണല്ലേ? എന്തായാലും അവരൊക്കെ ചെറിയ സഹായം ചെയ്തു. ഇനി ബാക്കിയുള്ളവർ കൂടി ഒരു ചെറിയ സഹായമൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഒരുപക്ഷെ രാജീവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്നത്, നിങ്ങളൊരു ഭവന പദ്ധതിയിലൊന്നും അപേക്ഷിച്ചിട്ടില്ല? അതെ, ഈ പഞ്ചായത്തിന്റെ എഴുതി കൊടുത്തിട്ട് ഏത് പഞ്ചായത്തില? കല്ലുവക പഞ്ചായത്തിൽ കൊടുത്തതിന് 3-4 വർഷം. റേഷൻ കാർഡ് ഉണ്ടോ? റേഷൻ കാർഡ് ഉണ്ട്. അത് കല്ലുവാതക്കല്ലാണ്. കല്ലുവാതക്കൽ അവിടെ വാർഡ് മെമ്പർ ദീപയുടെ. അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണോ ഈ വിഷയങ്ങളൊക്കെ? നമ്മൾ ഇനി ആയതുകൊണ്ട് അവരൊന്നും അറിയുന്നില്ല. ഏതായാലും ഈ കല്ലുവാതക്കൽ പഞ്ചായത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഈ ഒരു കുടുംബത്തിന് ഈ വാർത്ത കാണുമ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികൾക്കൊക്കെ അറിയാമല്ലോ, ഇവരെ ഒന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇവർക്കൊരു വീടോ എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതൊരു അറിയിപ്പായി കണക്കാക്കി ഇവരുടെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു.